കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് MDMA പിടികൂടിയ കേസിൽ 6ാം പ്രതിയും പിടിയിലായിട്ടുണ്ട്. പെരിന്തൽമണ്ണ പുത്തനത്താണി സ്വദേശി ശബരീഷാണ് അറസ്റ്റിലായത്. 2025 നവംബർ 24-നാണ് കേസിനാസ്പദമായ സംഭവം. വർഷ ഗിരീഷ് കോഴിക്കോട് വിവരങ്ങളുമായി ചേരുകയാണ്. വർഷ, പറയൂ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദിൽന, 2025 നവംബർ 24-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. 50 ലക്ഷം രൂപയോളം വില വരുന്ന MDMAയുമായാണ് യുവാക്കൾ ബാംഗ്ലൂരിൽ നിന്നും ടൂറിസ്റ്റ് ബസ്സിലെത്തിയത്. ഇവരാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കസബ പോലീസിന്റെ പിടിയിലായത്. ബാക്കിയുള്ള 5 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഒരു പ്രതി മാത്രം ഒളിവിലായിരുന്നു. അയാളെയാണ് ഇന്ന് മലപ്പുറം കൊളത്തൂരിൽ നിന്നും പോലീസ് പിടികൂടിയത്. പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള ശബരീഷാണ് പിടിയിലായിട്ടുള്ളത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് 5 പ്രതികളിൽ 4 പേർ കോഴിക്കോട് സ്വദേശിയും അതേപോലെ ഒരാൾ നൈജീരിയൻ സ്വദേശിയുമായിരുന്നു. നൈജീരിയൻ സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫറുമായി സംബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ പിടിയിലായ ശബരീഷുമായി 1,65,000 രൂപയുടെ ഇടപാട് നടന്നു എന്നറിഞ്ഞത്. അതായത് ശബരീഷ് ഈ നൈജീരിയൻ സ്വദേശിക്ക് 1,65,000 രൂപ അയക്കുകയായിരുന്നു. എന്നാൽ ഇത് കൊണ്ടുവരുന്ന സമയത്താണ് ഇവരെല്ലാം പിടിയിലാകുന്നത്. ശേഷം ഈ പ്രതിയായിട്ടുള്ള ശബരീഷ് ഒളിവിൽ പോവുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ 6 പ്രതികളും കസബ പോലീസിന്റെ പിടിയിലായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ വർഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.